സുലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. അതിന് ഞാൻ 1/4 കിലോ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. ഒരു 4 മണിക്കൂറെങ്കിലും ഇട്ട് കുതിർത്ത് വയ്ക്കണം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ: പച്ചമുളക്, ഇഞ്ചി, സവോള, കുരുമുളക് ചതച്ചത്, കറിവേപ്പില, ഉപ്പ്. ഉഴുന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതിന് വേണ്ടുന്ന ചേരുവകൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിടുക. സവോള, പച്ചമുളക്, ഇഞ്ചി, കുരുമുളക് ചതച്ചത്, കറിവേപ്പില ഒരു 3 തണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇത് എല്ലാം കൂടി ഇട്ട് കുഴച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഓരോരുത്തർക്ക് ആവശ്യമായ ഓയിലുകൾ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇച്ചിരി വെള്ളം കൈ നനവ് വേണം കയ്യിൽ. എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ട് ഓരോന്നാണ് ഞാൻ ഇടുന്നത്. വലിയ ചീനിച്ചട്ടി ആണെങ്കിൽ 2ഓ 3ഓ ഒക്കെ വീതം ഇടാം, കുഴപ്പമില്ല. ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ട് ഞാൻ ഓരോന്നാണ് ഇടുന്നത്. ഉണ്ടാവും, നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട് സംഭവം. ഇച്ചിരി കുറച്ചുകൂടി ഇന്ന് കോരി കഴിയുമ്പോൾ എണ്ണമയം ഇല്ലാതെ വരുന്നതാണ് ഇതിൻ്റെ മൂപ്പ്. ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്യാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്ന് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം 4 മണി പലഹാരമാണ് കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കലർപ്പുകളും ഒരു കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അവരുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വരികയില്ല. ഉഴുന്ന് നല്ല സാധനമല്ലേ, എല്ലാവർക്കും പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.